Meet the editors. പുറത്തിറക്കിയോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, പൾസർ സുനിയെ പുറത്തിറക്കിയോ എന്നതാണ് നമ്മുടെ ചോദ്യം. 7 വർഷത്തിന് ശേഷം 7.5 വർഷത്തിന് ശേഷം പൾസർ സുനി പുറത്തിറങ്ങുന്നു. ജാമ്യം എന്നുള്ളത് അവകാശമാണ്. പക്ഷേ ആ പുറത്തിറങ്ങലുമായി ബന്ധപ്പെട്ട് കോടതി ചില പരാമർശങ്ങളും നടത്തുകയാണല്ലോ. നിശ്ചയമായും പുറത്തിറക്കിയോ എന്ന ചോദ്യത്തിന് പുറത്തിറക്കി എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. പക്ഷേ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നില്ല. രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. അതിൻ്റെ വിധിയെ അന്തിമ വിധിയാണ്, അതിനെ ചോദ്യം ചെയ്തുകൂടാ എന്ന് പറയുന്നത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ വിധിയെ സംബന്ധിച്ചുള്ള എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള പൗരാവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ എനിക്കുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നത്തെ കോടതി വിധിയെ സ്വാഗതം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ കാരണം കോടതി ഇന്ന് ഈ ജാമ്യം നൽകുന്നതിലേക്കായി പറഞ്ഞ ഒരേ ഒരു കാര്യം, വിചാരണ ഇൻഡെഫിനിറ്റായി നീണ്ടുകൊണ്ടിരിക്കുന്നു. 7.5 വർഷക്കാലമായി ഈ വിചാരണ തുടരുകയാണ്. തടവുകാരനായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യം കിട്ടിയിട്ടില്ല. വിചാരണ കോടതിയിൽ നിന്ന് സ്ട്രിക്റ്റായ കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കും. എന്നാലും ജാമ്യം കിട്ടും എന്ന കാര്യം ഉറപ്പാണ്, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സാധാരണ കേസല്ല. ഇത് വളരെ റെയറായ ഒരു കേസാണ്. ആ റെയറായ കേസിലെ ഒന്നാം പ്രതി കമ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ക്രൈംബ്രാഞ്ച് മറ്റ് അന്വേഷണ ഏജൻസികളെല്ലാം കണ്ടെത്തി സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രപ്രകാരം ഹീനിയസായ ക്രൈമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ കെജ്രിവാളിന് ജാമ്യം കൊടുക്കുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ജാമ്യം കൊടുക്കുന്നുണ്ട്. ജാമ്യം കൊടുക്കുമ്പോൾ കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. കോടതി പറയുന്നത് ബെയിൽ ഈസ് ദ റൂൾ, അല്ലേ, ജയിൽ ഈസ് എക്സെപ്ഷൻ. ഇതാണ് കോടതിയുടെ തീരുമാനം. അത് ജാമ്യം കൊടുക്കേണ്ട ഒരു കേസാണെങ്കിൽ ജാമ്യം കൊടുക്കണം. ഇത്ര ഇൻഡെഫിനിറ്റ് ആയിട്ട് ആളുകളെ ഇങ്ങനെ വിചാരണയുടെ പേരിൽ തടവിൽ വെക്കാൻ കഴിയില്ല എന്നൊക്കെ ഉള്ളത് ശരിയായ നിയമം തന്നെയാണ്. പക്ഷേ ഓരോ കേസും അതിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പരിശോധിക്കപ്പെടേണ്ടത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പകൽ വെളിച്ചത്തിൽ ഒരു വളരെ പ്രശസ്തയായ നടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പീഡിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഈ പലതരത്തിലുള്ള കൊട്ടേഷൻ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കൊലപാതകം ചെയ്യുന്നതിന് കൊട്ടേഷനുണ്ട്, കാല് വെട്ടിമാറ്റുന്നതിന് കൊട്ടേഷനുണ്ട്, കൈ വെട്ടിമാറ്റുന്നതിന് കൊട്ടേഷനുണ്ട്. എൻ്റെ ഒരു അറിവിലും ഓർമ്മയിലും ആദ്യമായിട്ടാണ് ഒരു കൊട്ടേഷൻ പീഡനം സംഭവിക്കുന്നത്. അപ്പോൾ അത് അങ്ങേയറ്റം റെയറസ്റ്റായ ഒരു ക്രൈമാണ്. ആ ക്രൈമിലെ ഒന്നാം പ്രതിയെ ഈ അനന്തമായി വിചാരണ നീണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഇന്ന് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അടുത്ത 2-3 മാസത്തിനകത്ത് ഈ കേസ് ക്ലോസ് ചെയ്തതിൻ്റെ വിധിയൊക്കെ വരാനിരിക്കുമ്പോഴാണ് ഈ അവസാന മുഹൂർത്തത്തിൽ ഇങ്ങനൊരു തീരുമാനം കോടതി എടുക്കുന്നത്. അതിന് കോടതി കുറ്റപ്പെടുത്തുന്നത് ആരെയാണ്? ഈ അനന്തമായി വിചാരണ നീളുന്നു എന്ന് പറയുമ്പോൾ കേരളീയരാരെങ്കിലും അതിന് കാരണക്കാരാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സമൂഹത്തിന് ഇത് ഉത്തരവാദിത്തം ആ കാര്യത്തിനകത്തുള്ളത്. ഇവിടെ ഈ വിചാരണ അനന്തമായി നീളുന്നതിനിടയാക്കിയതായി ഞാൻ കരുതുന്നത് 3 പേരെയാണ്. ഒന്ന് കോടതിയെ തന്നെയാണ്, രണ്ടാമത് കേരള സർക്കാരാണ്, 3 ഈ കേസിലെ പ്രതിയായിട്ടുള്ള 8ാം പ്രതിയായിട്ടുള്ള ദിലീപാണ്. എങ്ങനെയാണ് ഈ കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം വൈകിയത്? അത് പരിശോധിക്കപ്പെടണ്ടേ? കോടതി വാട്ട് ഈസ് ഹാപ്പനിങ് ദെയർ എന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ ഉത്തരവാദിത്വം അങ്ങ് കഴിഞ്ഞോ? ഇവിടെ ഇപ്പം നമുക്കറിയാമല്ലോ, 2017 ഫെബ്രുവരിയിലാണ് ഈ പറയുന്ന ക്രൈം സംഭവിക്കുന്നത്. 2017 ഫെബ്രുവരിയിൽ. അതിനുശേഷം എൻ്റെ മനസ്സിലാക്കലനുസരിച്ച് 2017 അവസാനം നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ചാർജ് ഷീറ്റ് കൊടുത്തു, സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റും കൊടുത്തു. തൊട്ടടുത്ത വർഷം വേണമെങ്കിൽ ഡിസംബറിലോ ജനുവരിയിലോ ഇതിൻ്റെ ട്രയൽ ആരംഭിക്കാം. ഈ കേസിൻ്റെ ട്രയൽ ആരംഭിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? 2020 ജനുവരിയിലാണ്. അതായത് 3 വർഷമെടുത്തു ഇതിൻ്റെ ട്രയൽ ആരംഭിക്കാൻ തന്നെ. അപ്പോൾ ഈ ഇടവേള എങ്ങനെ സംഭവിച്ചു? ഈ ഇടവേളയ്ക്കുള്ള ഒറ്റ കാരണക്കാരനെന്ന് പറയുന്നത് ദിലീപാണ്. ദിലീപ് പല കോടതികളെ സമീപിച്ചു. എന്തിനാണ് സമീപിച്ചത്? ലോവർ കോർട്ട് മുതൽ സുപ്രീം കോടതി വരെ സമീപിച്ചു. ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ദൃശ്യങ്ങൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചപ്പോൾ അവസാനം സുപ്രീം കോടതിയാണ് ആ കേസ് തീർപ്പാക്കിയത്. ദൃശ്യങ്ങൾ കാണാം, പക്ഷെ നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വലിയ കാലവിളംബത്തിന് അത് ഇടയാക്കി 2020 ഈ കോടതി ട്രയൽ കോർട്ട് വിചാരണ തുടങ്ങുന്നത്. പിന്നീട് വീണ്ടും വിചാരണ തടസ്സപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് തടസ്സപ്പെടുന്നത്? അതിജീവിത പറയുന്നു ഈ കോടതിയുടെ ജഡ്ജിയിൽ വിശ്വാസമില്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വാസമില്ലായ്മ ഉണ്ടായത്? നമ്മുടെ നിയമചരിത്രത്തിലുണ്ടോ 2 പ്രോസിക്യൂട്ടർമാരാണ് വെച്ചൊഴിഞ്ഞ് പോയതെന്നേ. എന്താ കാരണം? അതിൽ ആദ്യം പോയത് സുരേശനാണ്. സുരേശൻ പറഞ്ഞ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ പറയുന്നൊന്നും ഈ ജഡ്ജി എഴുതിയെടുക്കുന്നില്ല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു അഡ്വക്കേറ്റ് അനിൽകുമാർ വന്നു. അദ്ദേഹം വലിയ പ്രധാനപ്പെട്ട അഭിഭാഷകനാണ്, പ്രോസിക്യൂട്ടറായിട്ട് വന്നു, പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വന്നു. അദ്ദേഹവും ഇത് വെച്ചൊഴിഞ്ഞു പോയി. അപ്പോൾ പിന്നെ അതിജീവിത പറഞ്ഞു എനിക്ക് ഈ ജഡ്ജിയിൽ വിശ്വാസമില്ല. അതും പിന്നെ കാലവിളംബം ഉണ്ടാക്കി. പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടത്. ഇപ്പം നിങ്ങളൊക്കെ വളരെ വിശദമായി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ എത്ര ദിവസമാണ് വിചാരണ ചെയ്തത്?
അത് ഫെബ്രുവരിയിൽ തുടങ്ങി സെപ്റ്റംബറിലെങ്ങാണ്ടാണ്. ആ വിചാരണ ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. 107, 109 ദിവസം എന്ന് പറയുന്നു. അതിനകത്തൊക്കെ തർക്കമുണ്ടെങ്കിൽ കൂടിയും ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്ന 87 ദിവസം എന്നാണ്. 89 ബൈജു പൗലോസിനെ. അതായത് അപ്പോൾ എന്തായാലും ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള അത്രയും കാലം ഈ ബൈജു പൗലോസിനെ വിചാരണ ചെയ്തു. അപ്പോൾ അവിടെയൊക്കെ വലിയ കാലതാമസമാണ് ഉണ്ടാകുന്നത്. ഇവിടെ സർക്കാർ എങ്ങനെയാണ് ഇതിനകത്തൊരു പ്രതിയാവുന്നത്? ഈ സർക്കാർ നേരിട്ടല്ലെങ്കിൽ പോലും സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണല്ലോ അവിടെ പോയിട്ട് ഈ കേസൊക്കെ വാദിക്കുന്നത്. ഈ ബൈജു പൗലോസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്ര ദീർഘമായി വിചാരണ ചെയ്യുമ്പോഴൊക്കെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ മിണ്ടാതിരിക്കുക. ഇത് കോടതി ചോദിച്ചിട്ടുണ്ട്. അവിടെ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തായിരുന്നു ചെയ്തതെന്നുള്ളത് കോടതി അത്ഭുതപ്പെട്ടു പോയി. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്ര ദീർഘമായി വിചാരണ ചെയ്യുന്നത് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു നെക്സസ് എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കോടതി എങ്ങനെ വിശ്വസിക്കുന്നേ? ഈ കോടതിയിൽ നിന്ന് എങ്ങനെ വിശ്വസിക്കും എന്നുള്ള ചോദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ടല്ലോ. ഇപ്പോൾ അങ്കമാലി കോടതിയിൽ നിന്നല്ലേ 3 തവണയല്ലേ ഈ ഹാഷ് വാല്യൂ മാറിയത്, ഈ പറയുന്ന ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയത്. ഹാഷ് വാല്യൂ മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാങ്കേതികത്വം എനിക്കറിയില്ലെങ്കിൽ കൂടിയും ആ മേഖലയിൽ വിദഗ്ധരായ ചിലർ പറഞ്ഞിട്ടുള്ളത് ഇത് കണ്ടാൽ മാത്രം ഹാഷ് വാല്യൂ മാറില്ല, അതിനകത്ത് എഡിറ്റിംഗ് കൂടി ചെയ്യണം. എഡിറ്റിംഗ് കൂടി ചെയ്താലാണ് ഹാഷ് വാല്യൂ മാറുക. നോക്കൂ, കോടതിയുടെ സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എവിഡൻസാണ് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചെറിയ കാര്യമാണോ? അക്കാര്യത്തിലൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടായതായിട്ട് ആർക്കെങ്കിലും അറിയുമോ? ഈ നിമിഷം വരെ ഒരു നടപടി ഉണ്ടായിട്ട് എനിക്കറിയില്ല. ഇനി 21 സാക്ഷികളാണ് കൂറുമാറിയത്. എന്തെല്ലാം കാര്യങ്ങളാണ്, എത്ര വിചിത്ര സംഭവങ്ങളാണ് ഈ പറയുന്ന ട്രയലിൻ്റെ സമയത്ത് നടന്നിട്ടുള്ളത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊരു കേസില്ലേ? ഒരു ട്രക്ക് അതിന് തയ്യാറായി നിന്നിരുന്നു എന്നൊരു കേസില്ലേ? ഈ രീതിയിലൊക്കെ കഴിഞ്ഞ 7.5 വർഷമായി വിചിത്രമായ കാര്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടി, അവരാരുമായിക്കോട്ടെ, അവർ പ്രധാനപ്പെട്ട നടിയോ അപ്രധാനപ്പെട്ട നടിയോ ആയിക്കോട്ടെ, അവരൊരു സ്ത്രീയല്ലേ. ആ സ്ത്രീ കേരളത്തിൽ വലിയ ശക്തമായ ക്രമസമാധാനം നിലനിൽക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കുമ്പോൾ ഒരു വളരെ തിരക്കേറിയ ഒരു തെരുവിലൂടെ ഇട്ടല്ലേ പീഡിപ്പിക്കപ്പെട്ടത്. ആ പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എന്ത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ പെരുമാറിയിട്ടുള്ളത്? ആദ്യം ഒരു അന്വേഷണം ഉണ്ടായി, അതൊരു കണ്ണിൽ പൊടിയിടാനുള്ള അന്വേഷണമായിരുന്നു എന്നാണ് പല ആളുകളുടെയും ആക്ഷേപം. അതിനുശേഷം പിന്നെ ഒരു തുടരന്വേഷണം ഉണ്ടായി. ഇതെല്ലാം വൈകിക്കലാണ് ഈ പ്രക്രിയ. ആരെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. 4.5 വർഷമല്ലേ ഈ സർക്കാരിൻ്റെ കയ്യിൽ ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്? 4.5 വർഷം ഇത് വെളിച്ചം കണ്ടിട്ടില്ലല്ലോ. റിപ്പോർട്ടർ TV അടക്കമുള്ള ഏതാനും മാധ്യമങ്ങൾ ഇറങ്ങി നിന്ന് ഇതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ ഇവിടുത്തെ വിവരാവകാശ കമ്മീഷൻ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പോൾ അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കമ്മിറ്റി റിപ്പോർട്ടിന് മേൽ അതിശക്തമായി കോടതി ഇടപെട്ടതുകൊണ്ടാണ് അത് ശക്തമായ അന്വേഷണങ്ങളിലേക്ക് പോയത്. ഇവിടെ സർക്കാരിനെ കുറിച്ച് ചില സംശയങ്ങളുമുണ്ട്. അപ്പോൾ സർക്കാരിന് ഈ കേസിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ നിയോഗിച്ചിട്ടുള്ള പ്രോസിക്യൂട്ടർമാർ ഈ പറയുന്ന എല്ലാത്തരം മാനിപ്പുലേഷൻ്റെയും മുമ്പിൽ നിശബ്ദ സാക്ഷികളായി നിന്നിരുന്നു, അല്ലെങ്കിൽ മൗനാനുമതി കൊടുത്തിരുന്നു. ഒരു ട്രയൽ കോടതിയുണ്ട്. ആ ട്രയൽ കോടതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ട്രയൽ കോടതിയിൽ താൻ അനുഭവിച്ച പീഡനത്തെക്കാൾ വലിയ പീഡനമാണ് ഇവിടെ നടക്കുന്ന വിചാരണ എന്നല്ലേ അതിജീവിത പറഞ്ഞത്? അവർക്ക് ആ ജഡ്ജിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞില്ലേ? 2 തവണ കേസിന് പോയില്ല, സംസ്ഥാന സർക്കാരും പോയി. 2 തവണ കേസിന് പോയി. 2 തവണ കേസിന് പോയപ്പോഴും കോടതി തീരുമാനിച്ചത് എന്താണ്? ആ വിചാരണ കോടതിയിൽ ആ ജഡ്ജിയുടെ മുമ്പിൽ തന്നെ കാര്യങ്ങൾ തുടരട്ടെ എന്നാണ്. അതങ്ങനെയാണ്. സാധാരണഗതിയിൽ ജഡ്ജിയെക്കുറിച്ചൊരു സംശയം ഉന്നയിച്ചാലൊന്നും അവർ സ്വമേധയാ മാറാത്ത പക്ഷം മറ്റു മേൽക്കോടതികൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടാറില്ല. പക്ഷേ ഇതെല്ലാം കാലവിളംബമുണ്ടാക്കി. ഇപ്പോഴും നമുക്കറിയില്ല ഇതെപ്പോഴാണ് അവസാനിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് അവസാനിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം ഈ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ താല്പര്യത്തിൻ്റെ മറ്റൊരു ഉദാഹരണം ഞാൻ വിട്ടുപോയി. ഒരു ADGP പോയി കണ്ടിട്ട് ഈ പ്രതിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. 8ാമത്തെ പ്രതിക്ക് വേണ്ടിയിട്ടല്ലേ. അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. കാരണം വെച്ചാൽ താഴെ ഒരു വിരിപ്പ് പോലും ഇല്ലാതെയാണ് കിടക്കുന്നത്, നല്ല ഭക്ഷണം കിട്ടാതെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡാണ്. അത് വനിതാ ADGP ആണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഈ കേസിനെ പരമാവധി വൈകിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ പുറത്തുനിന്ന് മെനയപ്പെടുകയും ആ തന്ത്രങ്ങൾ മെനയുന്നവർ നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രശ്നം എന്താണെന്നറിയാവോ? സമൂഹത്തിലെ വളരെ പ്രധാനികളായ അല്ലെങ്കിൽ സ്വാധീനമുള്ള ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകൾ അതിൻ്റെ വിചാരണ വൈകിക്കൊണ്ടിരുന്നാൽ അത് അടിസ്ഥാനപരമായി ഗുണകരമാവുക ആ പ്രതികൾക്കായിരിക്കും. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ കാര്യത്തിൽ സ്വാധീനം ചെലുത്തി ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറഞ്ഞൊരു പിതാവിൻ്റെ കേസുണ്ടല്ലോ. ഈ സംസ്ഥാനത്ത് കന്യാസ്ത്രീകൾ ഇറങ്ങി യാത്ര നടത്തുകയും നിരാഹാരം കിടക്കുകയും ചെയ്ത ഒറ്റ പീഡന കേസേ ഉള്ളൂ. എന്തായിരുന്നു ആ കോടതിയുടെ വിധി? കോട്ടയത്ത് കോടതിയുടെ വിധിയുണ്ടല്ലോ. ഫ്രാങ്കോ മുളയ്ക്കൽ പുഷ്പം പോലെ ഇറങ്ങിപ്പോയില്ലേ? ഇത് ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയുടെ ചില പ്രശ്നങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കേസിൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം എടുത്തിട്ടുള്ളത് വിചാരണ കോടതിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോടതി അലക്ഷ്യമാണോ ഇത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ബോധ്യമാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നത്. ഇക്കാര്യത്തിൽ
കോടതിയാണ് കാര്യങ്ങൾ വൈകിപ്പിച്ചത്, സംസ്ഥാന സർക്കാരാണ് കാര്യങ്ങൾ വൈകിപ്പിച്ചത്. ആ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നതിനകത്ത് 8ാം പ്രതിയായ ഈ സമൂഹത്തിലെ നല്ല സ്വാധീനമുള്ള ഒരു പ്രമുഖ താരമായിട്ടുള്ള ദിലീപിൻ്റെ റോളും ചെറുതല്ല. കാര്യങ്ങൾ പ്രതികൾക്ക് അനുകൂലമായി സുഗമമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എന്നെപ്പോലൊരു സാമാന്യ പൗരൻ നിരീക്ഷിച്ചാൽ എന്നെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇക്കാര്യത്തിൽ കോടതിയുടെയും നിയമത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കഴിയില്ല, സർക്കാരിന് ഒട്ടും കഴിയില്ല എന്നാണ് എൻ്റെ നിലപാട്. പുറത്തിറക്കിയോ എന്ന ചോദ്യത്തിന് പുറത്തിറക്കി എന്നുള്ളത് തന്നെയാണ് അത്യന്തം നിരാശാജനകമായ ഒരു ദിവസമാണ്. പുറത്തിറക്കുമ്പോൾ ഈ ഒരു 7 വർഷം 7.5 വർഷം ഒരാളെ തടവിലിടുക, ജാമ്യമില്ലാതെ തടവിലിടുക എന്നുള്ളത് കോടതിയെ സംബന്ധിച്ച് അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതാണ് കോടതി പറഞ്ഞതും. ജാമ്യം നൽകേണ്ട സമയമായിരിക്കുന്നു, ജാമ്യം നൽകേണ്ടതുണ്ട്. പക്ഷേ വിചാരണ എങ്ങനെ വൈകുന്നു എന്ന ചോദ്യം പ്രധാനമായും കോടതി ചോദിക്കുന്നു. എന്തുകൊണ്ട് വിചാരണ അവസാനിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. അന്തിമവാദത്തിന് എത്ര ദിവസം എടുക്കുമെന്ന് കോടതി ചോദിക്കുകയാണ്. അപ്പോൾ വിചാരണ നടപടികൾ എത്രത്തോളം വൈകിപ്പിക്കുന്നു, അത് 8ാം പ്രതി, ഇതിലെ മുഖ്യ സൂത്രധാരൻ എന്ന് കരുതുന്ന 8ാം പ്രതിയുടെ അഭിഭാഷകനാണ് വിചാരണ വൈകിച്ചത് എന്ന് കേരള സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിനെ 75 ദിവസം വിസ്തരിച്ചു, അതിജീവിതയെ 7 ദിവസം വിസ്തരിച്ചു. അതിജീവിതയെ വിസ്തരിക്കുന്നതൊക്കെ പ്രതി എന്ന രൂപത്തിലാണ് വിസ്തരിക്കുന്നത്. ഒരു കാര്യത്തിൽ അതിശക്തമായി നിന്നുകൊണ്ട് താൻ ഇരയല്ല, താൻ അതിജീവിതയാണ് എന്ന ശക്തമായ നിലപാട് ഇവിടുത്തെ മുഴുവൻ സ്ത്രീ സമൂഹത്തിനും ഒരു മാതൃകയാകാവുന്ന ധൈര്യത്തിലുള്ള ആ പ്രതികരണം നടത്തിയ അതിജീവിത, അവർക്ക് ഇപ്പോൾ എന്താണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് നീതിന്യായ വ്യവസ്ഥ വേഗത്തിൽ നീതി തരില്ല എന്നതാണോ ഇപ്പോൾ കോടതി നൽകുന്ന സന്ദേശം എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ ഏതായാലും അങ്ങനെ ഒരു സന്ദേശം തന്നെയാണ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്, വിചാരണ കോടതിയിൽ നിന്ന് ലഭിക്കുന്നത്. വിചാരണ കോടതിയുമായി ബന്ധപ്പെട്ടും അതിജീവിത നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്ന ഘട്ടത്തിൽ തൻ്റെ അനുഭവം കോടതിയുടെ മുന്നിൽ വയ്ക്കുമ്പോൾ കോടതി ഒരു പ്രതിയെ എന്ന പോലെ തന്നോട് പെരുമാറി എന്നുള്ളതാണ്. അത് ജഡ്ജി ഹണിയം വർഗീസ് ഒരു സ്ത്രീയായിട്ട് പോലും തന്നോട് മോശമായി പെരുമാറിയെന്ന് അതിജീവിത ഹൈക്കോടതിയിൽ പരാതി നൽകിയായിരുന്നു. ഫോറൻസിക് അനാലിസിസ് റിപ്പോർട്ട് തടഞ്ഞത് ജഡ്ജിയാണ് എന്ന വാദമാണ് അന്ന് അതിജീവിത പറഞ്ഞത്. ദിലീപിൻ്റെ അഭിഭാഷകന് ഭരണമുന്നണിയിലെ പ്രധാനികളുമായി ബന്ധമുണ്ട് എന്ന ഹൈക്കോടതിയിൽ പരാതി പറഞ്ഞിരുന്നു. മെമ്മറി കാർഡിലെ ഉള്ളടക്കം ഒന്നിലധികം കോടതികളിലേക്ക് പോയിട്ടുണ്ട്, ഫോറൻസിക് ലാബുകളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ആശങ്കയുണ്ട് എന്നവർ പറഞ്ഞിരുന്നു. പ്രതിയുടെ സഹോദരനും കോടതി ജീവനക്കാരനും ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ആശങ്ക പറഞ്ഞിരുന്നു. ഈ പരാതിയിൽ പോലീസ് FIR പോലും ഇട്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള നന്മ, അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനം, അവർ എത്രത്തോളം അതിൽ ശക്തമായി നിലകൊണ്ടു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അപ്പുറത്ത് ഒരു പോലീസ് ഈ കാര്യത്തിൽ FIR പോലും ഇട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അന്വേഷണ ഹർജിയിൽ ഹൈക്കോടതിയും ഉത്തരവിട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിൽക്കുകയാണ്. അപ്പോൾ ഈ വിചാരണ കോടതി ജഡ്ജിയുമായി ബന്ധപ്പെട്ട് അതിജീവിത പറഞ്ഞ വാദങ്ങൾ ഒരു തരത്തിലും ഹൈക്കോടതി കേട്ടിട്ടില്ല. അപ്പോൾ പ്രതിയോട് പക്ഷപാതപരമായ നിലപാടുകൾ എടുക്കുന്നുണ്ട് കോടതി എന്നുള്ള തോന്നലാണ് അതിജീവിതയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച സാഹചര്യം, അതിൽ 2ഉം ഈ കേസ് നടത്തിപ്പുമായുള്ള അതൃപ്തിയുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിവരങ്ങൾ അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതിനുശേഷം കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഗാഗ് ഓർഡർ നമുക്കറിയാം. ഇതിൻ്റെ ട്രയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും മിണ്ടരുത് എന്ന ഓർഡറാണ് അതുവഴി ദിലീപ് നേടിയെടുത്തത്. നിരവധി മാധ്യമ സ്ഥാപനങ്ങൾക്ക് എതിരെ അതുമായി ബന്ധപ്പെട്ട് പരാതിയും ഹർജിയും നൽകിയിട്ടുണ്ട്. ഈ വിചാരണ വൈകുന്നു എന്നുള്ളതാണല്ലോ കോടതി ചോദിക്കുന്നത്. വിചാരണയ്ക്ക് മുൻപ് തന്നെ ഈ കേസിൻ്റെ അന്വേഷണം തന്നെ എല്ലാ രൂപത്തിലും വൈകിക്കുന്ന രൂപത്തിലേക്ക് 8ാം പ്രതി ഇടപെട്ടിട്ടുണ്ട്. 57 ഹർജികളാണ്, പെറ്റീഷനുകളാണ് പല തരത്തിൽ നൽകിയത്. അപ്പോൾ ഇത് വൈകിക്കുക എന്നുള്ള ഉദ്ദേശം തുടക്കം മുതൽ നടപ്പാക്കുകയും അത് വിജയകരമായി ഈ ഘട്ടം വരെ എത്തിക്കാനും 8ാം പ്രതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ജിൻസൺ കേസിലെ സാക്ഷിയാണ്. അതായത് ആദ്യത്തെ വെളിപ്പെടുത്തൽ പുറത്തിറക്കിയ ജിൻസൺ, അതായത് ദിലീപിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അകത്തുനിന്ന് പൾസർ സുനി ഒരു കത്ത് പുറത്തുവിടുന്നുണ്ടല്ലോ, ആ വിവരം പുറത്തേക്ക് വന്നത് ജിൻസണിലൂടെയാണ്. അപ്പോൾ ജിൻസൺ പറയുന്നു, പൾസർ പുറത്തിറങ്ങിയാൽ ചില കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ജഡ്ജിയും കോടതിയും മാത്രം കണ്ടു എന്ന് പറയുന്ന ഈ ദൃശ്യങ്ങൾ അതിലപ്പുറം പലരിലേക്ക് എത്താൻ, പുറത്തേക്കിറങ്ങാൻ സാധ്യതയുണ്ട്. അത് പൾസർ സുനിയാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കാനും എളുപ്പമാണ്. ആ രൂപത്തിൽ 8ാം പ്രതി പ്രവർത്തിച്ചേക്കാം എന്ന ആശങ്കയാണ് ജിൻസൺ പങ്കുവെക്കുന്നത്, കേസിലെ സാക്ഷി. അതിന് കാരണം ജിൻസനെ സംബന്ധിച്ചും പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭീഷണി ഉണ്ടായിട്ടുണ്ട് കേസുമായി നിലപാടെടുത്ത ഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നു ഈ കേസിനെ 2 ഘട്ടങ്ങളായി കാണേണ്ടതുണ്ട്.
ആദ്യഘട്ടത്തിൽ ഈ ദിലീപിലേക്ക് എത്തുന്ന അല്പം കഴിഞ്ഞ് ദിലീപിലേക്ക് എത്തിയ ശേഷം ഒരു വേഗം നമ്മൾ കണ്ടു. പിന്നീട് അതിൻ്റെ നടപടികൾ വളരെ വൈകി. അത് നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ എത്ര കഴിഞ്ഞിട്ടാണ് തുടങ്ങിയതെന്ന് നമ്മൾ കണ്ടതാണ്. പിന്നെയാണ് ബാലചന്ദ്രകുമാറിൻ്റെ രംഗപ്രവേശം. ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പല മാധ്യമങ്ങളും ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്നു. ആദ്യഘട്ടത്തിൽ നല്ല സമീപനമെടുത്തവർ പിന്നീട് ദിലീപിനോട് ഐക്യപ്പെടുന്ന ഒരു സമീപനത്തിലേക്ക് പോകുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലും വാർത്തകളും അന്ന് കൊടുക്കാൻ ആകെ ഉണ്ടായിരുന്നത് ആദ്യം നൽകിയതും റിപ്പോർട്ടറാണ്. പിന്നീട് ബാക്കി മാധ്യമങ്ങൾക്ക് അതിന് പിന്നാലെ വരേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ബാലചന്ദ്രകുമാർ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും നടപടികളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ പിന്നീട് അയാൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ എന്താണ്? റേപ്പ് കേസ് അടക്കം വന്നു. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിജീവിതയെ സംബന്ധിച്ച് ഇങ്ങനെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ, ധൈര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. നീതി വൈകുന്നത് നീതി നിഷേധമാണ് എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷകരും അങ്ങേയറ്റം നിരാശയുടെ സ്വരത്തിൽ അങ്ങേയറ്റം ഇനിയൊന്നും നടക്കാനില്ല എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ അവസാനത്തെ പ്രതിയും പുറത്തിറങ്ങുന്നു. കേസിലെ മറ്റു പ്രതികൾ ഇപ്പോൾ 8ാം പ്രതിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ പുറത്ത് 85 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. പുറത്തിറങ്ങിയ ശേഷം അയാൾ സിനിമ ചെയ്യുന്നുണ്ട്, സിനിമയുടെ പ്രചാരണം നടത്തുന്നുണ്ട്. മറുവഴിക്ക് അതിജീവിതയെ അപമാനിച്ചുകൊണ്ടുള്ള നടപടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനായി ഒരു സംഘം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്ന മാധ്യമപ്രവർത്തകരെ അവഹേളിക്കാനും ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഞാനടക്കമുള്ള വനിതാ മാധ്യമപ്രവർത്തകരും, വനിതകൾ മാത്രമല്ല എല്ലാ മാധ്യമപ്രവർത്തകരും, ഈ വിഷയത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നിട്ടുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്, വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന്, നേരിട്ട് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് തന്നെ എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വിഭാഗമാണ് അപ്പുറത്തുള്ളത്. പുറത്തിറക്കിയത് തന്നെയാണ്. ഇനി അങ്ങോട്ട് ഈ കേസിൻ്റെ ഭാവിയിൽ എനിക്ക് നല്ല ആശങ്കയുണ്ട്. പൾസർ സുനിയെ ഇറങ്ങിയതുകൊണ്ട് അടച്ചിട്ട കോടതിയിൽ വിചാരണ നടത്തിയ കോടതിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതൊരു കോടതി അടച്ചിട്ട മുറിയിൽ നടക്കുന്ന വിചാരണയാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ 8ാം പ്രതിയായ ദിലീപ് അത് വലിയ അവരുടെ ഒരു അനുകൂല ഘടകമാക്കി മാറ്റാൻ ഈ കാര്യത്തിന് സാധ്യതയുണ്ട്. എന്ന് പറയുന്നത് സമൂഹത്തിന് മുൻപിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയ ഡാമേജ് ഈ പറഞ്ഞ പൾസർ സുനി പുറത്തിറക്കിയാൽ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് കുറയ്ക്കാൻ ചിലപ്പോൾ ദിലീപിന് അത് കാരണമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അതാകാം ചിലപ്പം ഈ പൾസർ സുനിയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു സുപ്രീം കോടതിയിൽ കേസ് നടത്തി ഒരു 1ാം പ്രതിയായ അല്ലെങ്കിൽ സാധാരണക്കാരായ ഒരാൾ ഇത്രയധികം റിപ്പീറ്റ് ബാക്ക് ടു ബാക്ക് കേസ് കൊടുത്ത് ഇദ്ദേഹം പുറത്തിറക്കാനുള്ള കാരണം എന്നുള്ളത് വിശ്വസിക്കുന്നതാണ്. കാരണം അദ്ദേഹം പുറത്തിറക്കിയാൽ എന്തൊക്കെ ഗുണമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആ കൂടെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പൾസർ സുനിയെ പോലെ ഈ അവസാനം വിചാരണ തീരാനായ സമയത്ത് ഈ പറഞ്ഞ പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കോടതിയെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ അകത്ത് 7.5 വർഷമായിട്ട് ജാമ്യം ലഭിക്കാത്ത കാര്യങ്ങൾ പരിഗണിച്ചാവാം. പക്ഷേ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച കോടതി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടെ ഇദ്ദേഹത്തെ പുറത്തിറക്കണമെന്ന് ഉദ്ദേശമുള്ള ഒരു വിഭാഗം ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ അകത്ത് ഒരു സംശയമില്ല. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ പിന്നെ പൾസർ സുനിക്ക് പുറത്തിറങ്ങാൻ ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സുപ്രീം കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെ 90 ദിവസം ചോദ്യം ചെയ്യുക, അതിനകത്തൊരു സാക്ഷിയെ ബാലേന്ദ്രകുമാറെ 35 ദിവസം വിചാരണ ചെയ്യുക, വിസ്തരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വിക്ടിമിനെ 7 ദിവസം വിസ്തരിക്കുക. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം കേരളത്തിലെ സർക്കാരിനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്കോ അല്ലല്ലോ. ഇതിൻ്റെ ഈ നടിയോടൊപ്പം നിന്ന ആളുടെ, ഈ വിക്ടിമിനൊപ്പം നിന്ന ആൾക്കോ അല്ലല്ലോ. പക്ഷേ ആർക്കാണ്? അത് കോടതിക്ക് തന്നെയാണ്. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ അത് ആരോടായിരുന്നു ചോദിച്ചത്? സ്വന്തം ചോദിക്കേണ്ട ചോദ്യമായിരുന്നു. പക്ഷേ അത് ചോദിച്ചത് ഇന്ന് വിചാരണ ഇറങ്ങി പറഞ്ഞ സുപ്രീം കോടതി ചോദിച്ചു എന്നുള്ളതാണ്. പൾസർ സുനി, ഞാൻ കാണുന്നത് പൾസർ സുനി 2 കത്തുകളാണ് ജയിലിൽ നിന്ന് പുറത്തുവിട്ടത്. അതിൻ്റെ അത് ഒന്നാമത്തെ കത്തിൽ എന്താണ്? അതിൻ്റെ ഒന്നാമത്തെ കത്ത് ഈ കൃത്യം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട ദിലീപുമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ കത്തിലുള്ളത്. അതിൻ്റെ അത് രണ്ടാമത്തെ കത്തിൽ എന്താണ്? ഈ പിന്നെ ദുബായിലല്ല വിദേശ രാജ്യങ്ങളിൽ സിനിമാ പ്രവർത്തകരെ കൊണ്ട് ലൈംഗിക ചൂഷണം അടക്കം ചെയ്യുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ മാത്രം ചെയ്ത ഒരു കാര്യമല്ല, സിനിമയിലുള്ള മറ്റുള്ളവരും ഇത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു കരുതലായിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു ഭീഷണിക്കത്താണ് രണ്ടാമത് ഈ പൾസർ സുനീൻ്റെ ഭാഗത്ത് ഉണ്ടായത്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ടാമത്തെ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ
ഇനി പൾസർ സുനി ഒന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുന്ന ഒരു വലിയ വിഭാഗം ചിലപ്പോൾ ഉണ്ടാവാം. ആ വിഭാഗം എന്തൊക്കെ ഈ പൾസർ സുനീനെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത ഒരു വിഭാഗം ഈ പറയുന്ന കേസുമായി ബന്ധപ്പെടാതെ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിൻ്റെയൊക്കെ പേടി സ്വപ്നമാണ് 7.5 വർഷമായിട്ട് പൾസർ സുനി എന്ന് പറയുന്നത്. ആ പൾസർ സുനിക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ പിന്നെ പൾസർ സുനി മനസ്സിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പറഞ്ഞാൽ എന്നെ അത് ബാധിക്കും, അല്ലെങ്കിൽ ഞാനിവിടെ നല്ലപിള്ളയായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്ന് സമൂഹത്തിന് വേണ്ടി നല്ലപിള്ളയായി നിൽക്കുന്ന ആൾക്കാർക്ക് ബാധിക്കും എന്നുള്ള ഒരു വിഭാഗമുണ്ടെങ്കിൽ അവരും കൂടി ആയിക്കൂടെ ഈ പറയുന്ന പൾസർ സുനീനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഒന്നും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് 7.5 വർഷമായി ഇദ്ദേഹത്തെ സോപ്പിട്ട് നിർത്തിക്കൂടായില്ലല്ലോ. ഈ ദിലീപിൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടെ പെരുമാറി ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന സ്വഭാവം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടൊക്കെ സ്വീകരിച്ച് ഈ പൾസർ സുനീനെ പുറത്തിറക്കാൻ ശ്രമിച്ചതായിക്കൂടായി ഉണ്ടാവുമോ? പക്ഷെ അങ്ങനെ ആകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. സുപ്രീം കോടതിയിൽ പണം എങ്ങനെ അത് ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടത്തിക്കൊണ്ട് ഒരു വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. അത് വലിയ പണച്ചെലവുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയും ഇതിൻ്റെ പുറത്തൊരു വിഭാഗമുണ്ട് ഇദ്ദേഹത്തെ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് ദിലീപിനോട് അനുകൂലമായ ആൾക്കാരോ അല്ലെങ്കിൽ ഇവനെ പേടിക്കുന്ന വേറെ ആൾക്കാരോ ഉണ്ടാവാം, അവരായിരിക്കും ഇതിന് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ സ്മൃതി, 2021 ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തുന്നത് പിന്നെ 2021 അതാണ് തുടരന്വേഷണം വരാൻ കാരണമെന്ന്. അന്ന് ഈ കേരളത്തിലുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഓൾമോസ്റ്റ് ഈ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം ഈ രേഖകളുമായി ബാലേന്ദ്രകുമാർ കയറി ഇറങ്ങിയതാണ്. ചിലവർ രേഖ വാങ്ങി വെച്ചു, ചിലവർ ബൈറ്റ് എടുത്തു വെച്ചു. ഒരു മാധ്യമങ്ങളും വന്നത് കൊടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ബാലേന്ദ്രകുമാർ പറയുന്നൊരു കാര്യമുണ്ട്, ചിലർ പറഞ്ഞു മാനേജ്മെൻറ്റ് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ചിലവരെന്താ പറയുന്നത് ഒരു മാധ്യമം പറഞ്ഞെന്താ അറിയോ, ഒരു മാധ്യമം ഡോക്യുമെൻ്റ് ഈ പറഞ്ഞ ബാലേന്ദ്രകുമാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി, എന്നിട്ട് പണം വാങ്ങി സെറ്റിൽ ചെയ്തു. ഒരു മാധ്യമം പണം വാങ്ങി സെറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞു. ആ സെറ്റിൽ ചെയ്ത മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാധ്യമം എൻ്റെ അടുത്ത് ഈ പറയുന്ന പ്രതിയുടെ അടുത്ത് പണം വാങ്ങി സെറ്റിൽ ചെയ്തു എന്നുള്ളത്. ആ സമയത്ത് ഈ കേസ് അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരു ഡോക്യുമെൻ്ററി ഒരു മാഗസിൻ പുറത്തുവിട്ടു. ഈ പറയുന്ന ദിലീപ് മഹാനാണ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്ററി ഒരു മാഗസിൻ പുറത്തുവിട്ടു. ആ സമയത്ത് FIR വിചാരണ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ദിലീപിന് അനുകൂലമായ സിനിമകളായിരുന്നു ഈ പറഞ്ഞ പ്രമുഖ മാധ്യമങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. കാരണം അങ്ങനെ ഒരു പെർസെപ്ഷൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് നനച്ചിട്ട് അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ദിലീപ് അഭിനയിച്ച നല്ല സിനിമകൾ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളടക്കം എടുത്ത നിലപാട് എന്ന് പറയുന്നത് വളരെ മോശമായ നിലപാടാണ്. ഇരയ്ക്കൊപ്പം നിൽക്കുന്നു വരുത്തുകയും വേട്ടക്കാരൻ്റെ ഒപ്പം വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കുകയും ഇരയ്ക്കൊപ്പം ഓടുകയും ചെയ്യുന്ന നിലപാട് കുറച്ചെങ്കിലും ആൾക്കാർ ഇവിടെ എടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. അതിനുശേഷം ആകെ വന്ന സ്ഥലം എന്ന് പറയുന്നത് ബാലേന്ദ്രകുമാർ റിപ്പോർട്ടർ ടിവിയിലാണ്. റിപ്പോർട്ടർ TV വന്നിട്ടാണ് ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ 2021 ഡിസംബറിൽ പുറത്തുവിടുന്നത്. 2022 ജനുവരിയിലാണ് ഈ പറയുന്ന പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതും ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതും. അന്ന് എന്താണ് സംഭവിച്ചത്? അന്ന് ഈ പറഞ്ഞ ബിജു പൗലോസിനെ അടക്കം മാറ്റാൻ വേണ്ടിയിട്ട് വലിയ നീക്കം നടന്നു. ആ തുടരന്വേഷണത്തിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് വലിയ നീക്കം നടന്നു. ആ അന്വേഷണത്തിൻ്റെ സമയത്താണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത്. ഈ പറഞ്ഞ ഈ അതിജീവിതയ്ക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തുടരന്വേഷണ സമയമായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഒരു മാധ്യമങ്ങളോ ഈ പറഞ്ഞ ഒരു സിനിമാ പ്രവർത്തകരോ ഒരു സിനിമാ സംഘടനകളോ നമ്മൾ കണ്ടിട്ടില്ല. കുറച്ച് സാധാരണ പ്രവർത്തകരും അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരും കുറച്ച് സ്ത്രീജനങ്ങളും കുറച്ച് വനിതാ പ്രവർത്തകരും മാത്രമാണ് അന്ന് ഈ പറഞ്ഞ അതിജീവിതൻ്റെ ഒപ്പപ്പെടുന്നത്. ഒരു സംഘടനയും കണ്ടിട്ടില്ല, ഒരു സിനിമാ പ്രവർത്തകരെയും കണ്ടിട്ടില്ല. അന്ന് നിന്ന് മാധ്യമ സ്ഥാപനം എന്നുള്ളത് റിപ്പോർട്ടർ TV മാത്രമാണ്. അന്ന് കൊച്ചിയിൽ വഞ്ചി സ്ക്വയറിൽ, അതുപോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് മിഠായി തെരുവിൽ, മലപ്പുറത്ത്, തൃശ്ശൂരിൽ എല്ലാം എന്ത് സംഭവിച്ചു? അന്ന് ധർണ നടത്തി, പ്രശ്നങ്ങൾ നടത്തി, യോഗകൾ വിളിച്ചു ചേർത്തു. ആ യോഗങ്ങൾ വിളിച്ചു ചേർത്തപ്പോൾ ഒരു സിനിമാ പ്രവർത്തകരെയും ഒരു മാധ്യമ മെയിൻ ചാനലുകളെയും ഇന്ന് മുതലക്കണ്ണിൽ വരുത്തുന്ന ഒരു ചാനലിനെയും നമ്മൾ കണ്ടിട്ടില്ല അന്നത്തെ ദിവസങ്ങളിലൊന്നും. അന്നായിരുന്നു ഈ പറയുന്ന അതിജീവിത ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സമയം ഉണ്ടായിരുന്നത്. അന്ന് ഉണ്ടായിരുന്ന സ്ഥാപനം എന്ന് പറയുന്നത് റിപ്പോർട്ടർ TV മാത്രമാണ്. അന്ന് റിപ്പോർട്ടർ TVൻ്റെ പിന്തുണയോട് കൂടിയിട്ടും 100% സത്യസന്ധതയോടും കൂടി ഈ സ്ഥാപനം നിന്നുകൊണ്ടാണ് അതിൻ്റെ പേരിൽ 8 കേസുകളാണ് റിപ്പോർട്ടർ TV നടത്തുന്നത്. ഈ പറഞ്ഞ
ബാലേന്ദ്രകുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ പുറത്തു വിട്ടതുകൊണ്ട് ബാധരമായിട്ട് ഇതിൻ്റെ ചീഫ് എഡിറ്റർ തുടങ്ങി പിന്നെ സത്യസന്ധതയോടും വിശ്വാസ്യതയോടും കൂടി ഇവരുടെ ഒന്നും പിന്നെ എന്താണ് ഇംഗിതത്തിന് വഴങ്ങാതെ ധൈര്യത്തോട് കൂടുന്ന മാധ്യമപ്രവർത്തകരുടെ പേരിൽ 8 കേസാണെന്ന് റിപ്പോർട്ടർ TV നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫേസ്ബുക്കിൽ കൂടെ വിപ്ലവം പറയുന്ന ഒരാളുടെയും ന്യായീകരണങ്ങൾ അന്ന് റിപ്പോർട്ടർ TV കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ സംവിധാനത്തിൽ കണ്ടിട്ടില്ല. ഇന്ന് പിന്നെ പൾസർ സുനി ഇറങ്ങിയിട്ട് രാവിലെ 11 മണിക്ക് വിധി വന്നതല്ലേ, 11:30 വിധി പറഞ്ഞല്ലേ, ഇപ്പം സമയം രാത്രി 10 മണിയായതല്ലോ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വന്നിട്ടില്ലല്ലോ പുറത്ത്. എന്തുകൊണ്ടാണ് വരാത്തത്? അപ്പം ഈ ഇരട്ടത്താപ്പുകളുടെ ഭാഗത്ത് മാത്രം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു പറ്റം മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പറ്റം മാധ്യമ സ്ഥാപനങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിനകത്ത് പിന്നെ എനിക്കൊരു സംശയമില്ല. കാരണം റിപ്പോർട്ടർ TV അന്നും ഇന്നും എടുത്ത നിലപാട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിജീവിതയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലേ, അന്ന് പൾസർ സുനി പറഞ്ഞ കാര്യമുണ്ടല്ലോ, പിന്നെ വിദേശ രാജ്യങ്ങളിൽ സിനിമാ പ്രവർത്തകരെ കൊണ്ട് ലൈംഗിക ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ. അന്ന് കത്തിൽ പറഞ്ഞ കാര്യമല്ല ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ എന്താണ് അർത്ഥം? അതിൻ്റെ ഭാഗം അന്വേഷണം വന്നില്ലേ? ഈ പറഞ്ഞ നടി ആക്രമിച്ച വിഷയത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു മാധ്യമ സ്ഥാപനം നിന്നില്ലായിരുന്നെങ്കിൽ അന്ന് എത്ര പഴികളാണ് കേട്ടത്? റിപ്പോർട്ടർ TV കേട്ടത് എത്ര പഴികളാണ്? ഈ പറഞ്ഞ പിന്നെ ഒരു വർഷത്തിൽ 2022 വർഷത്തിൽ ജനുവരി തുടങ്ങി നിങ്ങൾ 2022 ഡിസംബർ വരെ നോക്കിക്കോളൂ, 365 ദിവസം 260 ദിവസത്തിലധികം ഇതിൻ്റെ മെയിൻ എഡിറ്റേഴ്സ് അവറാണ് നമ്മുടെ 8 മണി ചർച്ച. ആ 8 മണി ചർച്ച ഒരു വർഷത്തിൻ്റെ ഭൂരിഭാഗം മാസങ്ങളിലും നിർത്താതെ ചർച്ച ചെയ്ത് അതിൻ്റെ ഒപ്പം അന്നത്തെ പിന്നെ ചീഫ് എഡിറ്ററായ MV നികേഷ് കുമാറിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു. അന്നത്തെ റൈറ്റിംഗ് നോക്കിയിട്ടില്ല, അന്നത്തെ വരുമാനം നോക്കിയിട്ടില്ല, അന്നത്തെ സ്വാധീനങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല, ഒന്നും നിൽക്കാതെ ഭൂരിഭാഗം ചർച്ചകളും ഈ പറഞ്ഞ സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിട്ട് ഇന്ന് പിന്നെ ഈ പറഞ്ഞ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ അത് ഏത് രീതിയിൽ പിന്നെ ഈ പറഞ്ഞ സാക്ഷികളെയും ഈ പറഞ്ഞ പ്രതിക്ക് അനുകൂലമായി മാറ്റാൻ കഴിയുമെന്ന് ഉത്തമ വിശ്വാസത്തിലായിരിക്കുമല്ലോ ഇദ്ദേഹത്തെ പുറത്തിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ പുറത്തിറക്കിക്കൊണ്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ 2024 ആകുമ്പോൾ 7.5 വർഷം പൂർത്തിയാകുകയാണ്. 7.5 വർഷം ഒരു നടിയെ ആക്രമിച്ച കേസ്. ഒരു നടിയാണെന്ന് വേണ്ട, കേരളത്തിലെ ഏതെങ്കിലും ഒരു സാധാരണ സ്ത്രീ ആയിക്കോട്ടെ, സാധാരണ ഒരു പെൺകുട്ടി ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു പീഡനത്തിരയായി ഇങ്ങനെ ഒരു പീഡനത്തിൽ 7.5 വർഷം നീട്ടിക്കൊണ്ട് പോകും തോന്നുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്? പക്ഷേ ഇവിടെ അത് എന്തുകൊണ്ടോ സംഭവിക്കുന്നു. ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞ പോലെ 3 വർഷം കഴിഞ്ഞിട്ടാണ് വിചാരണ തുടങ്ങുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടാണ് വിചാരണ തുടങ്ങുന്നത്. ഇനി എന്താണ് സംഭവം? ഇനി സാക്ഷികൾ 21 സാക്ഷികളാണ് കൂറുമാറിയത്. എങ്ങനെയാണ് 21 സാക്ഷികൾ കൂറുമാറുക? 21 സാക്ഷികൾ കൂറുമാറ്റാൻ വേണ്ടിയിട്ടൊരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിശ്വസിക്കേണ്ടത് നമ്മൾ വരെ. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കുമല്ലോ ഇദ്ദേഹത്തെ ഇറക്കിക്കൊണ്ട് വന്നാൽ ഇദ്ദേഹത്തെ എങ്ങനെ നമ്മുടെ അനുകൂലമാക്കി മാറ്റാം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ ചിന്തിക്കാതെ ആയിരിക്കുമോ ഇവരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക? ഈ വിദേശ രാജ്യങ്ങളിൽ ഹേമ കമ്മിറ്റി പിന്നെ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ പിന്നെ സിനിമാ പ്രവർത്തകരെ കൊണ്ടുപോയി പിന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ വിഷയം ചെറുതായിട്ട് കാണാൻ പറ്റുമോ? ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഇത് എല്ലാവരും ഒരു പരിധിവരെ പൂട്ടിക്കെട്ടിയ അവസ്ഥയാണ്. ഇനി ഇത് ചർച്ച ചെയ്യാനേ പാടില്ല. ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ചർച്ച ചെയ്യാതിരിക്കുന്നെങ്കിൽ ഹേമാറ്റിക് കമ്മിറ്റീൻ്റെ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല, റിപ്പോർട്ടിൻ്റെ മൊഴി പുറത്തു വരാൻ പാടില്ല, പ്രതികളുടെ പേര് പുറത്തു വരാൻ പാടില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും പുറത്തു വരാൻ പാടില്ല, മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാനേ പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ഏതർത്ഥത്തിലാണ്? കാരണം ഈ ലോകത്ത് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഇരയുടെ പേര് പുറത്തു പറയാൻ പറ്റുമോ? ഒരു ഇരയുടെ പേര് പുറത്തു പറയാൻ പറ്റില്ല. ആകെ പറയാൻ പറ്റുന്ന വേട്ടക്കാരൻ്റെയും പ്രതിയുടെയും പേരാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഇരയുടെ പേരും സംരക്ഷിക്കുന്നു, വേട്ടക്കാരുടെ പേര് സംരക്ഷിക്കുന്നു. പിന്നെ എന്ത് റിപ്പോർട്ടാണ്? എന്ത് കമ്മിറ്റി റിപ്പോർട്ടാണ്? ഇരയുടെ പേര് ഒരു സ്ഥലത്ത് പറയാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഇരയുടെ പേര് പുറത്തു പറയാതെ തന്നെ വേട്ടക്കാരൻ്റെ പേര് പുറത്തു പറയുകയും വേട്ടക്കാരൻ ചെയ്ത കാര്യങ്ങൾ പുറത്തു വരികയും വേണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇവിടെ നീതി നടപ്പിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റും? ഒരു മാധ്യമ സ്ഥാപനത്തിനകത്ത് ഒരു പിന്നെ ഇര വന്നിട്ട് നമ്മളോട് പറയുകയാണ്, എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കൊടുത്ത് വെളിപ്പെടുത്താൻ പറ്റുമോ? നമുക്ക് പേര് കൊടുത്ത് വെളിപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് എന്താണ് പറയാൻ പറ്റുക? ഇങ്ങനെ ഒരു മൊഴിയുണ്ട്, ആ മൊഴി ഇതാ ഞങ്ങൾ ജനങ്ങളെ കാണിക്കുന്നു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ കാണിച്ചാൽ കുറ്റമായി മാറുമോ? അതെങ്ങനെ കുറ്റമായി മാറുക?
അപ്പം അത് മനസ്സിലാക്കാതെ അപ്പം ഇത് എന്താണ് ഇരകളുടെ പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു 21 ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം 21 കേസുകളാണ്. അതിനകത്ത് 21 പിന്നെ ഇരകൾ വന്നിട്ട് മൊഴി കൊടുത്തല്ലോ. എല്ലാ ചാനലുകളിലും വന്നിരുന്നിട്ട് എല്ലാവരും കറക്റ്റായിട്ട് പോയിട്ട് എത്ര ഇരകളുടെ കൂടെ നിന്നിട്ടുണ്ട്, എത്ര ഇരകളുടെ കൂടെ ഈ സംഘടനകളൊക്കെ നിന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് സംഘടനകളെ ചോദ്യം ചെയ്യുന്നുള്ളതല്ല, ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ച് വരേണ്ടത് ഇത്രയും അധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സിനിമാ മേഖലയിൽ ഇതുപോലെ നടിയെ ആക്രമിച്ച പോലത്തെ ഒരു കേസ് ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടല്ലേ. നടിയെ ആക്രമിച്ച ഒരു കേസ് ഉണ്ടായാലുള്ള അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് എത്ര വലുതാണ്. ഇത്രയും പിന്നെ സ്വാധീനമുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തപ്പോൾ 7.5 വർഷമായി ഒരു തീരുമാനമില്ലാതെ മുന്നോട്ട് പോകണു. 7.5 വർഷമായി. ഇതിനേക്കാളും പവർഫുള്ളായ ആൾക്കാരാണ് ഈ സിനിമയിലുള്ളത് മുഴുവൻ ഇനി, അല്ലേ? അപ്പോൾ അവരുടെ ഭാഗത്തൊക്കെ വന്നാൽ എന്ത് നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് പൾസർ സുനി പുറത്തിറങ്ങി വരുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ കോടതി വിധി കണ്ടില്ല. പൾസർ സുനിക്ക് എത്ര കാര്യം പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ പൾസർ സുനി പുറത്തിറങ്ങി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമായി മാറും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. ആ അനുകൂലമായി മാറും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ പുറത്തിറക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ഇറങ്ങാനുള്ള കാരണമായി മാറിയിട്ടുള്ളത്. ആ കാരണം എന്താണെന്ന് ഗവൺമെൻറ് കറക്റ്റായി നോക്കി അതിനെതിരായ ഒരു നിലപാട് സ്വീകരിച്ച് പോയിട്ടില്ലെങ്കിൽ ഇതുണ്ടാക്കാവുന്ന ഭവിഷ്യത്ത് വലുതായിരിക്കും. ഇത്രയും നാൾ നമ്മൾ കണ്ടത് എന്താണ്, ഇരയെ പിന്നെ ഈ പറഞ്ഞ പ്രതി ചൂഷണം ചെയ്തത് കൂടാതെ ഈ പറഞ്ഞ കോടതി മുറിയിൽ വിചാരണയായിട്ട് 7 ദിവസം ചൂഷണം ചെയ്ത് പുറമെ ഇനി അതിനേക്കാളും വലിയ ട്രോമ അനുഭവിക്കേണ്ടി വരും ഈ പറയുന്ന. കാരണം അവരെന്താ പറയുന്നതെന്ന്, പ്രതി എന്താ പറയുന്നതെന്ന് അറിയില്ലല്ലോ. ഞാൻ പറയുന്നത് പൾസർ സുനിയേക്കാളും കൂടുതൽ സ്വാധീനമുള്ള പ്രതിയാണ് 8ാം പ്രതി, അല്ലേ? 8ാം പ്രതിയിൽ നിന്ന് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 8ാം പ്രതിക്ക് ഇത്രയും സ്വാധീനമുള്ള ആൾ പുറത്ത് വെക്കുന്നു, 1ാം പ്രതി എന്ന് പറയും ഇത് ചെയ്തയാൾ അകത്ത് വെക്കുന്നു. ഇനി ചെയ്തയാൾ പുറത്ത് വന്ന് എന്ത് പറയും എന്നുള്ളത് ഈ പറഞ്ഞ സാധാരണക്കാരെ ജനങ്ങൾക്കറിയില്ല. എല്ലാവരും ഇതുപോലെ ഈ പറഞ്ഞ നടിയാക്രമിച്ചിട്ട കേസുകൾ മുഴുവൻ കാണപ്പെടാൻ അരച്ച് കുടിച്ച ആൾക്കാരൊന്നുമല്ലല്ലോ, സാധാരണക്കാരെ ജനങ്ങളല്ലേ. അവർ പറയുന്നതിൽ ഒരു 10% ഈ പറയുന്ന പ്രതി പുറത്തിറങ്ങി പറഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡാമേജ് പോലും വലുതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. നാടകീയമായ എന്തും സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഇത് ബാധിക്കാൻ പോകുന്ന ഈ ഇരേനെയാണ്. ഈ പറയുന്ന പൾസർ സുനി എന്ന് പറയുന്ന പ്രതിക്ക് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഇത് വിചാരണേൻ്റെ അവസാന ഘട്ടമല്ലേ. 1, 2, 3 മാസത്തിനുള്ളിൽ വിചാരണ കഴിഞ്ഞ് പുറത്തു വരുമായിരുന്നല്ലോ. അപ്പോൾ അത് പിന്നെ അതുവരെ കാക്കാതെ ഇദ്ദേഹം പുറത്തു വരിക എന്നുള്ളത് ആരുടെയോ ഒരു ലക്ഷ്യമാണ്. അവസാന നിമിഷത്തിൽ ഈ ജാമ്യ വ്യവസ്ഥകളും വിചാരണ കോടതിയാണ് നിശ്ചയിക്കേണ്ടത്. അതേ പറയുന്നത് അവസാന നിമിഷമാണ് ഈ പറഞ്ഞ സാധനമാണ്. അപ്പം 15 ദിവസം ഇപ്പോൾ പ്രതിയുടെ അഭിഭാഷകന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ചെയ്തു. എന്തൊക്കെ ചെയ്തു? അഭിഭാഷകരെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിസ്തരിച്ചു, 109 ദിവസം വിസ്തരിച്ചു. രണ്ടാമത്തത് ഈ പറഞ്ഞ 35 ദിവസം ബാലേന്ദ്രകുമാറിനെ വിശ്വസിച്ചു. സാക്ഷികളെ മുഴുവൻ വിസ്തരിച്ചു കഴിഞ്ഞു. ഈ വിക്ടിമിനെ ഈ പറയുന്ന ഇരേനെ വിസ്തരിച്ചു കഴിഞ്ഞു. ഇവരെ വിസ്തരം കഴിഞ്ഞു. ഇനിയിപ്പോൾ അഭിഭാഷകരൊന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. ഇനി എന്താ ചെയ്യാനുള്ളതെന്നറിയോ? അവസാനം നമ്മൾ ഈ പായസം ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് മേലെ ഇടുമല്ലോ, മനസ്സിലായില്ലേ? അതുപോലെ ഇങ്ങനെയുള്ള കുറച്ച് സാധനം കൂടെ മനസ്സിൽ വെച്ചിട്ടുണ്ടാവും, അതും കൂടെ എടുത്തങ്ങ് വെതറും. അത് കഴിഞ്ഞപ്പോൾ ഇത് അവിയൽ പരിവാവും. മനസ്സിലായോ? ആ അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ അന്വേഷണത്തെയും ഈ പറഞ്ഞ പിന്നെ വിചാരണേനെയും കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. ഇതുകൊണ്ട് പൾസർ സുനി ഇറങ്ങി പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഇവർ ഉദ്ദേശിക്കുന്നതിന് അത്രയും ചെറുതായിരിക്കില്ല, വലിയ ഭവിഷ്യത്ത് ഉണ്ടാവും. അത് ആരെയാണ് ബാധിക്കുക എന്നുള്ളത് കണ്ടറിഞ്ഞ് തന്നെ കാണണം. അവരെന്താണോ മനസ്സിൽ വെച്ചിരിക്കുന്നത്, ഇവർ പുറത്തിറക്കിയവരെന്താണ് മനസ്സിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ പുറത്തേക്ക് വരുമ്പോഴേ നമുക്ക് ആ കാര്യത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് സുജയ. പുറത്തിറക്കിയതാണ് എന്നുള്ളതിൽ ഒരു ചോദ്യത്തിന് തന്നെ ആവശ്യമില്ല. പുറത്തിറക്കാനായിട്ട് ആദ്യത്തെ ശ്രമമല്ല വിജയം കണ്ടത് എന്ന് മാത്രം. പലവട്ടമാണ് പുറത്തിറക്കാനായിട്ടുള്ള ശ്രമം നടന്നത്. ആ പുറത്തിറക്കാൻ ആവർത്തിച്ച ശ്രമം നടത്തിയപ്പോൾ അതിൽ കോടതി പിഴ കൊടുക്കുകയും ചെയ്തു. ആ പിഴ എന്തായാലും ഇന്ന് സുപ്രീം കോടതി ഒഴിവാക്കിയിട്ടില്ല എന്നതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 7.5 വർഷത്തിനിടെ 10 തവണയാണ് ജാമ്യം തേടി പൾസർ സുനി എന്ന NS സുനിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അതിൽ ഏപ്രിൽ 16 കൊടുത്ത ജാമ്യ ഹർജി അടുപ്പിച്ച് വന്ന് ഈ പിഴയിലേക്ക് പോയത് അങ്ങനെയാണ്. ഏപ്രിൽ 16 തീയതി ഒരു ജാമ്യ ഹർജി കൊടുക്കുന്നു. അത് മെയ് 20 കോടതി തള്ളുന്നു. കൃത്യം 3 ദിവസം കഴിഞ്ഞപ്പോൾ മെയ് 23 അടുത്ത ഹർജി കൊടുക്കുകയാണ് പൾസർ സുനി എന്ന NS സുനിൽ. അപ്പോൾ അതിനാണ് ഈ തുടർച്ചയായി ജാമ്യ ഹർജി നൽകിയതിന് 25,000 രൂപ പിഴ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇടുന്നത്. ഇവിടെ നോക്കൂ, ജയിലിൽ കഴിയുന്നവർക്ക് എന്താണ്, ജയിലിൽ ചെയ്യുന്ന ജോലികൾക്കുള്ള ശമ്പളം മാത്രമാണ് ഏക വരുമാനം. അതല്ലാതെ പൾസർ സുനിയുടെ അമ്മ ശോഭന സ്വന്തം നിലയ്ക്ക് പണമുണ്ടാക്കി മകനെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടി ഇത്രയും പണം സ്വരൂപിക്കാൻ കഴിയുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വരുമാനമോ ഒന്നുമുള്ള ഒരു വ്യക്തിയല്ല.
കൃത്യമായ സഹായം ഈ ജാമ്യം നേടുന്നതിന് അഭിഭാഷകരെ വെക്കുന്നതിന് പൾസർ സുനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് എവിടെ നിന്നാണെന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. കാരണം ജയിലിൽ കഴിയുന്ന ഒരു പ്രതിക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് സഹായം കൊടുക്കുന്നത്. ആ സഹായത്തോടു കൂടി ജാമ്യത്തിനായി അപേക്ഷിക്കാം. ഇവിടെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ അല്ല ഈ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. വ്യത്യസ്തരായ അഭിഭാഷകരാണ്. ഇതിന് പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ളത് പുറത്തുള്ള ലേമൻ പറയുന്നതല്ല, ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. അന്ന് ഈ പിഴ ഈടാക്കുന്നതിനൊപ്പം കോടതി നടത്തിയ നിരീക്ഷണമാണ് ഈ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനായി പൾസർ സുനിക്ക് വേണ്ടി പിന്നിൽ ആരോ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കോടതിയുടെ തന്നെ ഫൈൻഡിംഗ് ആണ്. ഇവിടെ ഇന്ന് സുപ്രീം കോടതിയിൽ ഹാജരായത് ആരാണെന്ന് കൂടി നോക്കൂ. ഇന്ന് പൾസർ സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് സീനിയർ അഭിഭാഷകനായ കെ പരമേശ്വർ, ഒപ്പം അഭിഭാഷകരായ ശ്രീറാം പറക്കാട്, സതീഷ് മോഹൻ എന്നിവരാണ്. ഈ 3 അഭിഭാഷകരെ പൾസർ സുനിക്ക് വേണ്ടി വെച്ചത് ആരാണ്? ആ നിയോഗിച്ച ആരാണ് എന്ന് തേടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പൾസർ സുനിയെ പുറത്തിറക്കിയത് ആരാണ് എന്ന ഉത്തരവും കിട്ടും. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വീഴ്ച കൂടി നമ്മൾ പറഞ്ഞു പോകണം. പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ വേണ്ടി ഇന്ന് സുപ്രീം കോടതിയിൽ ഇറക്കിയത്, കഴിഞ്ഞ ദിവസം സത്യവാങ്മൂലം കൊടുത്തത് എല്ലാം സർക്കാർ കൃത്യമായി ചെയ്തു. ഇന്നലത്തെ സത്യവാങ്മൂലത്തിലെ പരാമർശങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഇന്ന് ജാമ്യം കിട്ടില്ല എന്നൊരു ധ്വനി പോലും ഉണ്ടായി. പക്ഷേ ഇന്ന് വളരെ കൂളായിട്ടല്ലേ ജാമ്യം കൊടുത്തത്? അവിടെ എതിർവാദം എന്താണ് ഉണ്ടായത് എന്നതുകൂടി നമ്മൾ നോക്കണം. അതായത് ഈ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാൻ കഴിവില്ലാത്ത ആളൊന്നുമല്ല. മുൻ സോളിസിറ്റർ ജനറൽ കൂടിയായ പ്രശസ്തനായ ക്രിമിനൽ ലോയറായ രഞ്ജിത് കുമാറിനെയാണ് സർക്കാർ അഭിഭാഷകനായി സുപ്രീം കോടതിയിൽ ഇറക്കിയത്. ഇവിടെ വിചാരണ നീട്ടുന്നത് ദിലീപിൻ്റെ അഭിഭാഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു വാദത്തിലേക്ക് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പോയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. കൃത്യമായി ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഈ ജാമ്യം നേടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളത് കൃത്യമായി സ്ഥാപിക്കാൻ കഴിയണമായിരുന്നു. 4 മാസം കൂടി കഴിഞ്ഞാൽ ഈ കേസിൻ്റെ വിചാരണ പൂർത്തിയാകും എന്നുള്ളത് പറയാമായിരുന്നു. ഈ കേസിലെ സാക്ഷികളെക്കുറിച്ച് പറയാമായിരുന്നു. 1800 പേജുള്ള കുറ്റപത്രത്തിൽ ഉള്ള കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ തടസ്സമുണ്ടാക്കിയത് എന്നുള്ളതൊക്കെ കൃത്യമായി വാദിച്ച് ഓരോന്നും ഡിസെക്ട് ചെയ്തെടുത്ത് വാദിച്ച് കൃത്യമായി ഈ ജാമ്യം കൊടുക്കുന്നത് തടയാൻ കഴിയുമായിരുന്നു. അതാണ് എന്തൊരു ഉദാരമായ ഒരു മനസ്ഥിതിയാണ്. ഞാൻ പറയുന്നത് അഡ്വക്കേറ്റ് രഞ്ജിത് കുമാർ എന്ന് പറയുന്ന നിസ്സാര കക്ഷിയൊന്നുമല്ല. പല കേസുകളിലും ഗംഭീരമായിട്ട് വാദിക്കുന്ന അഡ്വക്കേറ്റ് രഞ്ജിത് കുമാർ ഇന്ന് കോടതിയിൽ വാദിച്ചത് വളരെ വളരെ മിനിമലായി മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? അത് കേസിലെ കക്ഷി ആവശ്യപ്പെടുന്നതനുസരിച്ചാണ്. നമ്മളാണ് കേസിലെ കക്ഷി എന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് നമ്മുടെ അഭിഭാഷകൻ വാദിക്കുന്നത്. ഇപ്പോൾ ദിലീപിന്റെ അഭിഭാഷകനും സംഘവും അവർ നന്നായി വാദിച്ചിട്ടുണ്ടെങ്കിൽ, അവർ വിചാരണ നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കക്ഷി ജയിക്കുന്നതിന് വേണ്ടിയാണ്. ഏത് കക്ഷിയായാലും, ദിലീപ് ആയാലും, ഞാനായാലും, ആൻഡ്രോ സാർ ആയാലും, സ്മൃതി മാഡം ആയാലും, ഉണ്ണി സാർ ആയാലും, ഒരു കേസിന് പോകുമ്പോൾ നമ്മുടെ ഭാഗം ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും നല്ല വക്കീലിനെ ഇറക്കും, അതിന് നന്നായി കാശും കൊടുക്കും. ആ വക്കീൽ എന്താ ശ്രമിക്കുക? അപ്പോൾ ആ കാശ് കൊടുത്ത ആ കക്ഷിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വിസ്താരം നീട്ടിക്കൊണ്ടു പോവുകയാണ് ഉചിതമെങ്കിൽ അതിനായി ശ്രമിക്കും. അതേ അവിടെ ചെയ്തിട്ടുള്ളൂ. അവിടെ ആ അഭിഭാഷകനെ കുറ്റം പറഞ്ഞിട്ടൊന്നും എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ ഈ പ്രതിക്ക് പിന്നിൽ കളിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഇനി പുറത്തു വരേണ്ടത്. ഇനി എന്തായാലും വിചാരണ കോടതിയിൽ ഹാജരാക്കുന്നു, ഒരാഴ്ചയ്ക്കകം ജാമ്യത്തിൽ വിടുന്നു, കടുത്ത ജാമ്യ വ്യവസ്ഥ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നമ്മൾ ഇന്ന് പരിശോധിച്ചു പോകേണ്ടതുണ്ട്. ജാമ്യം കിട്ടിയാൽ പൾസർ സുനി മുങ്ങും, ഒന്നാമത് പറയുന്ന കാര്യം. അന്വേഷണം അട്ടിമുറയ്ക്കും, ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നതല്ലാതെ അത് വാദിച്ച് ഈ 4 മാസത്തിനുള്ളിൽ വിധി വരാൻ പോകുന്ന ഒരു കേസാണെന്ന് സമർത്ഥിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ആ ഒറ്റ ചോദ്യത്തിലുണ്ട് ഉത്തരം. പൾസർ സുനി പുറത്തിറങ്ങണം എന്ന ആഗ്രഹം അത് ഈ പറയുന്ന 8ാം പ്രതിയുടേത് മാത്രമല്ല. ഈ കേസ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്ന ആഗ്രഹം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുമ്പോഴും ഈ രീതിയിലുള്ള വളരെ പ്ലെയിൻ ആയിട്ടുള്ള വാദങ്ങളാണ് വെക്കുന്നതെങ്കിൽ എവിടെയാണ് അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് അവർക്കൊപ്പം പൂർണ്ണമായി നിൽക്കുന്നു എന്നുള്ളത് പറയാൻ കഴിയുക? കാരണം കോടതിക്ക് പറയേണ്ടി വന്നു കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാനിടയില്ല. അങ്ങനെ കോടതി പറയുന്നതിലേക്ക് എത്താതിരിക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ കേസിലെ വിചാരണ ഇന്ന കാര്യങ്ങൾ വരെ എത്തിക്കഴിഞ്ഞു. 260-ലധികം സാക്ഷികളുള്ള കേസാണിത്. അതിലിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? നിലവിൽ പ്രോസിക്യൂഷൻ സാക്ഷികളുടെയൊക്കെ വിസ്താരം പൂർത്തിയായതാണ്. അത് സംസ്ഥാന സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞുവെന്ന്. ഇനിയിപ്പോൾ പ്രതികൾ ഹാജരാക്കുന്ന സാക്ഷികളുടെ വിസ്താരമാണ് തീരാനുള്ളത്. അതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് കൃത്യമായി എസ്റ്റിമേറ്റ് ചെയ്ത് കൃത്യമായി അത് പറയണമായിരുന്നു. അതുപോലെ തന്നെ വിചാരണ കോടതി ജഡ്ജിക്ക് പ്രതികളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായിട്ടുള്ള ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട്. അത് 303 വകുപ്പ് അനുസരിച്ചുള്ള നടപടികൾ ബാക്കിയുണ്ട്. ഇതിനെല്ലാം കൂടി എത്ര സമയം കിട്ടും? അപ്രോക്സിമേറ്റ്ലി ഇത്ര സമയം എടുക്കും. അത്രയും സമയം, ഇത്ര 7.5 കൊല്ലമായി ജയിലിൽ കിടക്കുകയല്ലേ, 6 മാസത്തിനപ്പുറം നീളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാമ്യം കൊടുക്കേണ്ട
സാഹചര്യമുണ്ടോ? ശിക്ഷ കൊടുക്കേണ്ട കുറ്റകൃത്യം ചെയ്ത ആളാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ലല്ലോ. അത് തെളിയിക്കപ്പെടാതെ പോകും എന്നുള്ള സംശയം എനിക്കിപ്പോൾ ബലപ്പെടുകയാണ്. ഈ കേസ് തെളിയിക്കപ്പെടാതെ പോകും എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇപ്പോൾ ഇത്രയും ഈസിയായി NS സുനിൽ എന്ന പൾസർ സുനിക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള പ്രതിയെ അനന്തമായി ജയിലിടാൻ കഴിയില്ല എന്ന് കോടതി ഒരു തീരുമാനം എടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഈ ബൈജു പലോസിനെ വിസ്തരിച്ചതും ഈ വിസ്താരം നീണ്ടതും അതൊക്കെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കൃത്യമായി ഈ ജാമ്യം തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു വീഴ്ചയായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഇനി ഇവിടെ ഈ അമ്മ ശോഭനയ്ക്ക് അയച്ച കത്തിനെ കുറിച്ച് സാറ് മെൻഷൻ ചെയ്തു പോയല്ലോ. അത് വലിയ ചർച്ചയായതാണ്. 2022 അയച്ച കത്ത് അത് ചർച്ചയാക്കാൻ വേണ്ടി അയച്ചൊരു കത്താണ്. അങ്ങനെ വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. ചർച്ചയാവുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വന്ന ഒരു കത്തായി വേണം നമ്മളതിനെ കാണാൻ. 2 വർഷമേ ആയിട്ടുള്ളത് ചർച്ചയായിട്ട്. ഇനിയിപ്പോൾ പൾസർ സുനി എന്ന NS സുനിൽ പുറത്തിറങ്ങി കഴിയുമ്പോൾ നടത്താൻ പോകുന്ന പ്രതികരണം എന്തായിരിക്കും? ആരെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആർക്കൊപ്പം നിൽക്കാൻ വേണ്ടി സുനി എന്ത് പറയും, എന്ത് പ്രവർത്തിക്കും? അതാണല്ലോ ഇനിയിപ്പോൾ അറിയേണ്ടത്. അങ്ങനെ പറയുന്നതിനും ഒക്കെ ഒരു നിയന്ത്രണം വെച്ചുകൊണ്ടുള്ള കർശന ജാമ്യ വ്യവസ്ഥ വേണമെന്ന് പറയുമ്പോൾ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളടക്കം ഒഴിവാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവന്നുകൊണ്ടുള്ള ജാമ്യ വ്യവസ്ഥകളായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. എങ്കിൽ ഈ ജാമ്യം നേടി പുറത്തിറങ്ങുന്ന പൾസർ സുനി 7.5 കൊല്ലം അകത്ത് കിടക്കുകയായിരുന്നു. പുറത്തേക്ക് വരുമ്പോൾ അകത്ത് പോയപ്പോഴാണല്ലോ ദിലീപിന്റെ പേര് പറയുന്നത്. ഇതേ വ്യക്തിക്ക് തന്നെ എങ്ങനെയും ട്വിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കേസാണിത്. എന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചത് മറ്റൊരാളാണെന്ന് അയാൾ പറഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ലേ? അയാൾക്കത് കൃത്യമായി പറയാൻ സാധിക്കും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു ബോധ്യം, ഈ കേസിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ദിലീപിനെ ശിക്ഷിക്കാൻ പര്യാപ്തമായ തെളിവുകൾ ഈ കേസിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇന്ന് പൾസർ സുനി പുറത്തിറങ്ങിയതോടെ ആ ഒരു സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ കേസ് പലതവണ അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായതാണ്. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടതാണ്. ഇവിടെ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അത് ദിലീപ് ആണെങ്കിൽ ദിലീപ്, പൾസർ സുനി ആണെങ്കിൽ പൾസർ സുനിയാണ് എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിഞ്ഞതാണ്. ആദ്യത്തെ 6 സാക്ഷികളും കൃത്യമായി അതിൽ പ്രതികളും നേരിട്ട് ബന്ധമുള്ളവരാണ്. ഇതിൽ ദിലീപ് അടക്കമുള്ള ആളുകളിൽ കുറ്റം ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ കേസിന്റെ വിചാരണ എത്തിച്ചേർന്നേ മതിയാകൂ. അതുണ്ടാകുമോ എന്നുള്ള ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 4 മാസം കൊണ്ട് വിധി വരേണ്ടതാണ്. അതിന് അത്രയും കാലം കൂടി അയാൾ ജയിലിൽ കിടക്കുകയായിരുന്നുവെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ പലതരത്തിലുള്ള അട്ടിമറികൾക്ക് ഇനിയും സാധ്യത ബാക്കി നിൽക്കുകയാണ്. ഇവിടെ ഈ പൾസർ സുനി പലതവണ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ കേട്ടതാണല്ലോ, ആരാണ് ഈ മാഡത്തിലേക്ക് ഇതുവരെ കൃത്യമായി എത്തിയിട്ടില്ലല്ലോ. ഒരു മാഡം ജാമ്യ ഹർജിയുമായി പോയിരുന്നു, മുൻകൂർ ജാമ്യത്തിനായി ഒരു മാഡം ശ്രമിച്ചിരുന്നു. ആ മാഡമാണോ ഈ മാഡം എന്ന് എനിക്കറിയില്ല, അത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഈ മാഡം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്നതും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ പിറകിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിനക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞതും അതെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ബാലചന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനിയിപ്പോൾ പൾസർ സുനി വരുത്താൻ പോകുന്ന ഒരു വ്യക്തത എന്താണ്? ഇനി ഇത് ട്വിസ്റ്റ് ചെയ്ത് മറ്റൊരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഇതിന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത വ്യക്തിയിലേക്ക് ഈ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ വിചാരണക്കിടയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തിറങ്ങുന്ന പൾസർ സുനിക്ക് കഴിയുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് അതിജീവിതയുടെ അഭിഭാഷക പറഞ്ഞതുപോലെ സുനിയുടെ ജീവന് ഭീഷണിയുണ്ടോ എന്നുള്ളത്. അതിന് മറുഭാഗത്ത് ദിലീപിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് ദിലീപ് എന്ത് വില കൊടുത്തും സുനിയെ സംരക്ഷിക്കും. കാരണം സുനിക്ക് ഒരു മുട്ടുസൂചി കുത്തി പരിക്കേറ്റാൽ പോലും അതിന് പിന്നിൽ ദിലീപാണെന്ന് പറയുമെന്നുള്ളത് കൊണ്ട് ദിലീപ് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന്. ഇവിടെ ജാമ്യം എടുക്കാൻ സഹായിച്ചത് ആരാണ്? ആ മാഡം തന്നെയാണോ ഇവിടെ ജാമ്യം എടുക്കാൻ സഹായിച്ചത്? ആ ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പൾസർ സുനിക്ക് ഈ 3 അഭിഭാഷകരെ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പിയർ ചെയ്യാനുള്ള 3 അഭിഭാഷകരെ ഹൈക്കോടതിയിൽ 10 തവണ ജാമ്യ ഹർജിയുമായി പോകാനായി അഭിഭാഷകരെ വെച്ചുകൊടുത്ത് അതിനാവശ്യമായ പണം നൽകി ഈ ആളും അർത്ഥവുമായി പിന്നിൽ നിൽക്കുന്നത് ആരാണ് എന്നുള്ളത് വെളിപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു ഡ്രൈവറാണ് പൾസർ സുനി. പൾസർ സുനിയുടെ വീട്ടിലും ഇത്രയും ഇങ്ങനെ കേസ് നടത്താൻ വേണ്ട സാമ്പത്തികമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ കൃത്യമായി ഇതിൽ പണം ഇറങ്ങുന്നുണ്ട്. ആ പണം ഇറക്കുന്നത് ആരാണ്, പൾസർ സുനിയെ സഹായിക്കുന്നത് ആരാണ് എന്നതുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ജാമ്യം ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടും. പൾസർ സുനി പുറത്തിറങ്ങും. ഉടൻ തന്നെ ഈ കേസിന്റെ വിചാരണ ഇനിയിപ്പോൾ അനന്തമായി നീണ്ടുപോകില്ല. പൾസർ സുനി പുറത്തിറങ്ങിയതിനു ശേഷം നോക്കിക്കോളൂ, ഇനി ഉടൻ തന്നെ ഒരു 3 മാസത്തിനകം ഇതിന്റെ സംഭവം എല്ലാം കഴിയും. അതിനുശേഷം തെളിവുണ്ട് അല്ലെങ്കിൽ തെളിവുണ്ടാകും, ഈ 8ാം പ്രതി ശിക്ഷിക്കപ്പെടും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇതാണ് എൻ്റെ ടേക്ക്. സുജിയ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പൾസർ സുനി പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു നോക്കുക, അതിന്റെ പേരിൽ അന്വേഷണം നടത്തേണ്ടി വരുമോ? അയാൾക്ക് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ അകത്ത് പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം എന്തെങ്കിലും ഒന്ന് വിളിച്ചു വരുത്തിയാൽ, ഈ ബാലേന്ദ്രകുമാർ 2022 വെളിപ്പെടുത്തിയതിനു ശേഷം 3 വർഷമാണ് പോയത് അല്ലേ? അതുപോലെ പിന്നെ തുടരന്വേഷണം, ഈ തുടരന്വേഷണം വന്നു കഴിഞ്ഞിട്ട് ഇത് അനന്തമായി നീണ്ടു. അതിന് സുപ്രീം കോടതിക്ക് പോലും അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവൻ പറയുന്നതിന് അന്വേഷണം നടത്തേണ്ടി വരില്ലേ? പുതിയ വെളിപ്പെടുത്തലിന് മേലെ അന്വേഷണം. 2 കത്തുകളാണല്ലോ ഉള്ളത്. ആദ്യത്തെ കത്തിലാണല്ലോ ഈ പറയുന്ന ദിലീപിന് പ്രേരണയിലാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത്. അത് ജയിലിലായ ഉടനെ ഉള്ളത്. അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ കത്ത് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി, ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ
പിന്നെ വീണ്ടും കേസ് മാറി, പിന്നെ തുടരന്വേഷണത്തിലേക്കാണ് പോവുക. ഈ ഒന്നാം പ്രതിയാണ് ഇത് ഡയറക്റ്റായി ചെയ്തയാൾ അല്ലേ? അതെ. ബാക്കിയെല്ലാം ഒന്നാം പ്രതി പറയുന്നതാണ്. ഒന്നാം പ്രതി പറയുന്നതാണ്. അത് ഞാൻ അന്ന് എനിക്ക് ഇന്നയാളുടെ പ്രേരണ കൊണ്ട് ചെയ്തു, ഇന്നയാളുടെ പ്രേരണ കൊണ്ട് ചെയ്തവർ അന്വേഷണം നടത്തിയിട്ട്, കാരണം സമൂഹത്തെ വിശ്വസിപ്പിക്കണ്ടേ? സമൂഹത്തെ ഈ ബാലേന്ദ്രകുമാർ പിന്നെ വെളിപ്പെടുത്തൽ നടത്തുമ്പോഴും ഈ പറഞ്ഞ അന്വേഷണം നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ സമൂഹത്തിന് വിശ്വാസത്തിലെടുക്കണം. ഇതേ പ്രശ്നം ഈ പറഞ്ഞ പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവും. പറഞ്ഞാൽ ഇവിടെ സുജയ പറഞ്ഞതിനകത്ത് അത് ഒരു കാര്യം അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്, അത് വളരെ കൃത്യമായ നിരീക്ഷണമായതുകൊണ്ടാണ്. ഒന്ന് നോക്കൂ, ഈ കേസിൻ്റെ നടത്തിപ്പിലുടനീളം 21 സാക്ഷികൾ കൂറുമാറിയല്ലോ, മാറി. മൊബൈൽ ഫോണുകൾ പിന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ? അത് നേരെ പോയത് എങ്ങോട്ടേക്കാണ്? മുംബൈയിലെ ലാബിലേക്കാണ് പോയത്. എന്നിട്ട് അവിടെ കൃത്യമായി എല്ലാ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷമാണ് അത് സബ്മിറ്റ് ചെയ്യപ്പെട്ടത്. കോടതിക്കുള്ളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു പോയതും ഹാഷ് വാല്യൂ മാറുന്നതും. ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും തെളിവുകൾ ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ കൃത്യമായി ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. പ്ലസ് ഈ കോടതി ജഡ്ജിയെ തന്നെ സംശയത്തിൻ്റെ നിഴലിലായിരുന്നല്ലോ മുഴുവൻ. അത് അതിജീവിത പറഞ്ഞു മാത്രമല്ല, സംസ്ഥാന സർക്കാർ പോവല്ലേ കേസ്. 2 കേസുകൾ പോയി, അതിജീവിതയും പോയി, പ്രോസിക്യൂട്ടറും പോയി. 2 പ്രോസിക്യൂട്ടർമാർ മാറി. എന്താണ് കാരണം? ഈ ജഡ്ജി അവർ പറയുന്നൊന്നും എഴുതിയെടുക്കുന്നില്ല എന്ന്. അനന്തമായി വിചാരണ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വേട്ടക്കാരന് അനുകൂലമാണ്. വേട്ടക്കാരന് അനുകൂലമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ഈ കേസിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസ് വെറുതെ വിട്ടുപോയാൽ ഒരു എന്താ പറയുക, നമുക്ക് അതിനകത്ത് ഒട്ടും അത്ഭുതപ്പെടേണ്ടത്. ഈ ഫോണിൻ്റെ കാര്യത്തിൽ ഫോൺ സമർപ്പിക്കണമെന്ന്, കോടതിയിലേക്ക് നൽകണമെന്ന് കോടതി അഭ്യർത്ഥിക്കുകയാണ്. അത് അന്നത്തെ ദിവസങ്ങളിൽ അത് വലിയ വാർത്തയായിരുന്നു. ഒന്ന് തന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്, കെഞ്ചുകയാണ് കോടതി. ഈ ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡിന്റെ വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടർ TV ആണല്ലോ. ആ വാർത്ത കൊടുക്കുമ്പോൾ ആദ്യത്തെ ദിവസം നമ്മളെ കളിയാക്കാണ്. എങ്ങനെ ഒരു സാധനം മാറുമോ? എങ്ങനെയൊക്കെ മാറുക? ഇവിടെ കോടതിയിൽ ഇരിക്കുന്ന സാധനം മാറൂലേ? പിന്നെ അത് ഒന്ന് കണ്ടാൽ തന്നെ മാറും എന്നൊക്കെ പറഞ്ഞിട്ട്, കണ്ടാലൊന്നും മാറില്ല. ഇതിൻ്റെ അത് മാനിപ്പുലേഷൻ നടത്തി മാത്രമാണ് അത് മാറിയത്. അത് എവിടെയെത്തി? ആ അന്വേഷണം എവിടെയെത്തി? അന്വേഷണം എവിടെ അറിയില്ല. കാരണം അതൊക്കെ അന്നൊക്കെ എടുത്ത റിപ്പോർട്ടർ TV എടുത്ത നിലപാട് വളരെ സ്ട്രോങ് ആയ നിലപാടാണ്. ജുഡീഷ്യറിക്ക് സംശയം നിർത്തിക്കൊണ്ട് പറയാം. ഇപ്പൊ എന്തായെന്ന് ആർക്കെങ്കിലും അറിയോ? കാരണം ഇതിന്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് ഈ പൾസർ സുനി പുറത്തിറങ്ങിയത് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ടർ TV അല്ലാതെ ഒരു സ്ഥാപനം മിണ്ടിയിട്ടില്ല. ഇന്ന് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ആശ്വാലിയോ മാറിയ സംഭവത്തിലൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ, ബാലേന്ദ്രകുമാർ റിപ്പോർട്ടർ TV വരുന്ന സമയത്തൊക്കെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും പോയി തെളിവ് കൊടുത്തിട്ടാണ് റിപ്പോർട്ടർ TV വരുന്നത്. ഒരു മാധ്യമ സ്ഥാപനങ്ങളും അതിന് തയ്യാറായില്ല എന്നുള്ളതാണ്. പുറത്തിറക്കിയോ എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. പുറത്തിറക്കിയത് തന്നെയാണെന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. Meet the editors.